ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇതിനു വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്സ് എന്തെല്ലാമെന്ന് നോക്കാം. 1 കപ്പ് റവ, 1/4 കപ്പ് അരിമാവ്, 1/4 കപ്പ് ഗോതമ്പ് മാവ്, 1/4 കപ്പ് തൈര് എന്നിവയാണ്. ആദ്യം 1 കപ്പ് റവ ഒരു മിക്സി ജാറിലേക്കിട്ട് നൈസായി പൊടിക്കുക. പൊടിച്ച റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഗോതമ്പ് മാവും 1/4 കപ്പ് അരിമാവും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്തത് നമ്മൾക്ക് ഈ ദോശയ്ക്ക് ഒരു സ്പൈസി ചട്നി തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 3 പച്ചമുളക്, 4 വറ്റൽമുളക്, 1 തക്കാളി, 10 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഉപ്പ്, പുളി, സവാള അരിഞ്ഞത് എന്നിവയാണ്. വറ്റൽമുളകിന് പകരം മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവ വഴറ്റിയെടുക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് 3 പച്ചമുളകും 4 വറ്റൽമുളകും ചേർക്കുക. പച്ചമുളക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അടച്ചു വെച്ച് 1 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കുക. ഗ്യാസ് സിമ്മിലായിരിക്കണം. വറ്റൽമുളകും പച്ചമുളകും വഴണ്ടു വന്നാൽ 2 വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി, 1 ചെറിയ സവാള മുറിച്ചത് എന്നിവ ചേർത്ത് വഴറ്റുക. 1 ചെറിയ തുണ്ട് പുളി ചേർത്ത് വഴറ്റുക. ലേശം പുളി ചേർത്താൽ മതി. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. തക്കാളിയും നല്ലപോലെ വഴറ്റുക. ചട്നിക്കുള്ള 1/4 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. വഴറ്റിയ മസാല ആറിയതിന് ശേഷം അരയ്ക്കുക. വെള്ളം ലേശം ഒഴിച്ച് കുറച്ച് കട്ടിയിൽ അരയ്ക്കണം. അരച്ച ചട്നി ഒരു ബൗളിലേക്ക് മാറ്റാം. ചൂടായ ഈ പാനിൽ തന്നെ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ് എന്നിവ ചേർക്കുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നാൽ 1 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി നമുക്ക് താളിച്ചത് ചട്നിയിൽ ചേർത്ത് കൊടുത്താൽ നല്ല സ്പൈസി ചട്നി തയ്യാർ. ഒരു പ്രാവശ്യമെങ്കിലും ഈ ചട്നി ഉണ്ടാക്കി നോക്കണേ. ഇഡ്ലിക്കും ദോശയ്ക്കും ഉത്തമമാണ് ഈ ചട്നി. ഇനി നമ്മൾക്ക് ദോശ ചുടാം. നമ്മൾ കലക്കി വെച്ച മാവിലേക്ക് 1/4 സ്പൂൺ ആപ്പസോഡ ചേർക്കുക. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മാവ് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം. മാവ് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ലൂസാക്കുക. ഇനി നമ്മൾക്ക് ദോശ ചൂടാനുള്ള ദോശക്കല്ല് ഗ്യാസിലേക്ക് വയ്ക്കാം. ദോശക്കല്ല് ചൂടായാൽ കുറച്ച് വെള്ളം തെളിച്ച് തുടയ്ക്കുക. അതിനുശേഷം ദോശ പരത്തുക. ദോശയുടെ മുകളിൽ എണ്ണയോ നെയ്യോ തൂവുക. ഒരു സൈഡ് വെന്തു വന്നതിന് ശേഷം മറിച്ചിടുക. 2 സൈഡും വെന്താൽ ദോശ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇനി ദോശ സെർവ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ ചട്നിയും കുറച്ച് ഇഡ്ഡലിപ്പൊടിയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലിപ്പൊടിയുടെ നടുക്ക് കുഴിച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ച് കുഴച്ച് സൈഡ് ഡിഷായി യൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.